ഷിനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷിനോജ്, പമ്പയിൽ നിന്നുള്ള വിശദാംശങ്ങൾ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? മോദി, പമ്പയിൽ സ്ഥിതി ശാന്തമാണ്. പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇന്ന് രാവിലെ മുതലൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു നടപ്പന്തലിലൊക്കെ തന്നെ ഭക്തർക്ക് ഏകദേശം ഒരു മണിക്കൂറൊക്കെ തന്നെ കാത്തുനിന്ന് ഈ നടപ്പന്തൽ കടന്ന് എൻട്രി പോയിന്റിലേക്കൊക്കെ എത്തുന്നതിന് വേണ്ടി കഴിയുന്നുണ്ട്. ഇന്നലെയൊക്കെ ആണെങ്കിൽ ആ സമയം എന്ന് പറയുന്നത് ഒരു കുറഞ്ഞത് 4 മണിക്കൂറൊക്കെ ഈ ഭക്തർക്ക് ഇവിടെ ഈ നടപ്പന്തലിലൊക്കെ തന്നെ കാത്തു നിൽക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ അപ്പുറത്തെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് ഇവിടുത്തെ പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രമാണ്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നതാണ് പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രം എന്ന് പറയുന്നത്. അവിടെ കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ചയൊക്കെ തന്നെ വലിയ തിരക്കുണ്ടായിരുന്നു. ആ തിരക്ക് കാരണം ഇതിൻ്റെ ചില്ലുൾപ്പെടെ തകർന്ന കേന്ദ്രമാണ്. പക്ഷേ ഇപ്പോൾ അവിടെ ഉള്ളത് വിരലിലെണ്ണാവുന്ന തരത്തിലുള്ള ഭക്തർ മാത്രമാണ് ഈ പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രത്തിലുള്ളത്. കാരണം കൂടുതൽ കേന്ദ്രങ്ങളൊക്കെ തന്നെ പലയിടങ്ങളിലൊക്കെ തന്നെ തുറന്നിട്ടുണ്ട്. നമുക്കിപ്പം ചില ഭക്തർ കൂടി ചേർന്ന്. നിങ്ങൾ എവിടുന്ന സ്വാമി? ചടന്നു പറയില്ല, തുറക്കാനായി. ഇത് പിന്നെ ഓടാൻ നിൽക്കണം. ഇപ്പൊ കയറണം. വലിയ കുഴപ്പമില്ല, അവിടെ കുഴപ്പമുണ്ടായില്ല. ഇനിയിപ്പോ തിരക്ക് കൂടി തുടങ്ങുന്നല്ലേ ഉള്ളൂ. ഓടാൻ നിൽക്കുക. അതെ, ഓടാൻ നിൽക്കുവാണ്. എരുമേലി എത്ര സമയം എടുത്തു ഇവിടെ വരാൻ? അധികം നേരം എടുത്തില്ല. വലിയ ബ്ലോക്ക് വന്നില്ല. കുഴപ്പമില്ല. സുഖം. തെലുങ്ക്, ആന്ധ്ര, തമിഴ്നാട്. തിരക്കുണ്ടായിരുന്നോ എരുമേലി ഇങ്ങോട്ട് വരുന്ന വഴിക്ക്? എരുമേലിയില് തിരക്കുണ്ടായിരുന്നില്ല. വരുന്ന വഴിയൊന്നും തിരക്കില്ല. ഇവിടെ വന്നപ്പോഴാണ് നല്ല തിരക്ക് കിട്ടിയത്. മറ്റേ നിലയ്ക്കൽ മുതൽ ഇതിലൊന്നും വലിയ തിരക്കുണ്ടായിരുന്നില്ല. ബ്ലോക്ക് കുറച്ച് നേരം, ഒരു അരമണിക്കൂറോളം ബ്ലോക്ക് ഇട്ടിട്ട് പിന്നെ കടത്തി വിട്ടു വണ്ടികളൊക്കെ. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടെ നിന്നാണ് ബ്ലോക്കാതെ. എരുമേലി ഇവിടെ വരെ എത്ര സമയം എടുത്തു? അധികം സമയം നിർത്തില്ല, പെട്ടെന്ന് എത്തി. ഇതിന്റെ കൂടെ ഉള്ളതാ? അല്ല, ഞങ്ങളെ ഏകദേശം ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. എരുമേലിയിൽ നിന്ന് എത്തുന്ന ഭക്തരാണ്. അവർക്കൊക്കെ തന്നെ വലിയ സമയം വേണ്ടി വന്നില്ല. കാരണം ഇന്നലെയൊക്കെ 6-7 മണിക്കൂറൊക്കെ വേണ്ടി വന്നു എരുമേലിൽ നിന്ന് പമ്പയിലേക്ക് എത്തുന്നതെങ്കിൽ. പക്ഷേ ഇപ്പോൾ 1 മണിക്കൂർ കൊണ്ട് തന്നെ ശാന്തമാണ്. സാധാരണഗതിയിലാണ് ദർശനം സാധ്യമാകുന്നത് എന്നതിൽ സന്തോഷമുണ്ട്. കണ്ണനാരിലേക്ക് ഒരിക്കൽ കൂടി. കണ്ണനാരി, NDRF സംഘം ഏത് തരത്തിൽ ഈ തിരക്ക് നിയന്ത്രിക്കുന്നു? അവർ അനുഭവസ്ഥരായ സംഘമായതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ കാര്യക്ഷമമായി ഇതൊക്കെ ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നല്ലോ നമ്മളെല്ലാവരും. എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? മോത്തി 70-അംഗ സംഘമാണ് സന്നിധാനത്തേക്ക് ശബരിമലയിലേക്ക് എത്തുക. അതിൽ 35-അംഗ സംഘം ഇപ്പോൾ തന്നെ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. അവർ ഇന്ന് പുലർച്ചയോടുകൂടിയാണ് സന്നിധാനത്ത് എത്തിയത്. ഇപ്പോൾ പോലീസ് ബാരക്കിൽ വിശ്രമിക്കുകയാണ്. അതിനുശേഷം 9 മണി 10 മണിയോടുകൂടി അവരുടെ ജോലിയിലേക്ക് കയറും എന്നുള്ളതാണ് നമുക്ക് NDRFിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇന്നലെ സാധാരണ മണ്ഡലകാലം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ NDRFിൻ്റെ സംഘവും RAFിൻ്റെ സംഘവും സന്നിധാനത്തേക്ക് എത്തുന്നതാണ്. പക്ഷേ ഇത്തവണ അത് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ NDRFിനെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തയച്ചിരുന്നു. പക്ഷേ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല സമീപനം ഉണ്ടായില്ല. അത് പറയുന്നത് ബീഹാർ ഇലക്ഷൻ, അതുപോലെ തന്നെ ഡൽഹിയിലുണ്ടായ സ്ഫോടനമടക്കമുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്ര വൈകിയതെന്നാണ്. എന്തായാലും ഇപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നു. പമ്പയിലും സന്നിധാനത്ത് വരിക്കും NDRF സംഘം ഉണ്ടാകുക. ആരക്കോടത്തു നിന്നുള്ള സംഘം ഇപ്പോൾ സന്നിധാനത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അവർ കുമളി മാർഗം പുലർച്ചെ 4:30 അവർ തിരിച്ചതാണ്. കുമളി മാർഗം അവർ സന്നിധാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് 9 കൂടി അവർ പമ്പയിലേക്ക് എത്തും. അതിനുശേഷം പൂർണ്ണമായും അവരുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് നാളെ രാവിലെ ആയിരിക്കും.